ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഇമ്മ്യൂണിറ്റി ബിന്നിയുടെ കയ്യിലും മറ്റൊന്ന് ലാലേട്ടന്റെ കയ്യിലും ഉള്ളതായിട്ട് കാണിച്ചിരുന്നു. ആ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഡിസ്കഷൻ നടന്നിരുന്നു എല്ലാവരും തമ്മിൽ. ആദിലേനെയാണ് മത്സരാർത്ഥികൾ എല്ലാവരും കൂടി തെരഞ്ഞെടുത്തത്. ഈ കഴിഞ്ഞ ആഴ്ച ജയിലിൽ പ്രവേശിച്ചത് ആദിലെ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കാർഡ് ലാലേട്ടൻ സ്പൈക്കുട്ടൻ എടുത്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്, സ്പൈക്കുട്ടൻ എടുത്ത് ഞാൻ കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ശരിക്കും വീട്ടുകാരെല്ലാരും കൂടി മണ്ടത്തരം കാണിച്ച പോലെ തോന്നി. ഈ കഴിഞ്ഞ ആഴ്ച ഒരു തവണ പോലും ജയിലിൽ പോകാത്ത ഒരാളെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് ഉപകാരമായേനെ. അങ്ങനെ ചെയ്യാത്തതിലൂടെ ഇവർ ചെയ്തത് എന്താണ്? എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടരുത്. ഈ ഒരു മൈൻഡ് സെറ്റ് വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിൽ അങ്ങ് തുറന്നു കാണിച്ചു. ആ ഒരു ടാസ്ക് റദ്ദായി പോകാനും മെയിൻ റീസൺ ഇതാണ്. ലാലേട്ടൻ അത് പറയുന്നുണ്ട്. ഈ ഒരു മെന്റാലിറ്റിയാണ്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടരുത്. ആ ഒരു മണ്ടത്തരം ശരിക്കും ഇന്ന് വീണ്ടും വിസിബിൾ ആയി. ശരിക്കും മണ്ടത്തരമാണ് കാണിച്ചത് കേട്ടോ. കുറഞ്ഞ വർഷം ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ പോലും ഈ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് റദ്ദാകത്തില്ലായിരുന്നു. അക്ബറിനെ തെരഞ്ഞെടുക്കാമായിരുന്നു. പിന്നെ വേറെ അവിടെ എത്ര പേര് നന്നായിട്ട് ഗെയിം കളിച്ചവരാണ്. ഷാനവാസിനെ തെരഞ്ഞെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ട്, നൂറേനെ തെരഞ്ഞെടുക്കാമായിരുന്നു. ആദിലയുടെ പേര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കിട്ടിയത് സാബുമാനാണ്. സാബുമാൻ എന്ത് മലമറിച്ചിട്ടാണ് പുള്ളിയുടെ പേര് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആകെ മൊത്തം ഗെയിമിന്റെ ഈ ഒരു നിർണായകമായ ഒരു സാഹചര്യത്തിൽ ഒരാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കാർഡ് കൊണ്ട് തൊലച്ചു കളഞ്ഞതിനോട് ഒരു യോജിപ്പുമില്ല. സ്ട്രേറ്റ് 63ാമത്തെ ദിവസത്തേക്കാണ് ഈ ഒരു കാർഡ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. ഗെയിം ഇപ്പൊ വേറെ തന്നെ ഒരു സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഇത് പിള്ളേര് കളിയല്ല, ഇത് ഇനി കത്തി കയറാനായിട്ട് പോവുകയാണ്. ഇനിയുള്ള സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനിയാണ് പിക്ചർ അബീബി ബാക്കി ഹേ എന്നൊക്കെ പറയുന്ന പോലെ ഇനി ശരിക്കുള്ള പിക്ചർ നമ്മൾ കാണാനായിട്ട് പോവാണ്. ആലോചിച്ച് നോക്കിയും കണ്ടും പേര് തെരഞ്ഞെടുക്കാതെ ചുമ്മാ വെറുതെ ആദിലയുടെ പേര് പറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നി. അത് മണ്ടത്തരം കാണിച്ചതാണ്. സ്ട്രേറ്റ് 63 ദിവസത്തേക്ക് ഒരു എൻട്രി ബിന്നിക്ക് ലഭിച്ച പോലെ വേറെ ഒരാൾക്കും കൂടി ലഭിക്കേണ്ടതായിരുന്നു. അതാണ് ലാലേട്ടനടുത്ത് ആ ഒരു സ്പൈക്കുട്ടൻ എന്ന് പറയുന്ന കുട്ടനെ കൊടുത്തത്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളും വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.